നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വഖഫ് ഹജ്ജ് തീർത്ഥാടന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മട്ടന്നൂരിൽ കിൻഫ്രയുടെ ഭൂമിയിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാഹിയിലെത്തി. മാഹി ഗവൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. മുന്നണി ധാരണ അനുസരിച്ച് പാനൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ പടിയിറങ്ങി. കോൺഗ്രസിലെ KP ഹാഷിം അടുത്ത ചെയർമാനാകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി മാഹിയിലെത്തിയ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥിന് നിരവധി ഔദ്യോഗിക പരിപാടികൾ. മാഹിയിൽ പുതുതായി നിർമ്മിച്ച 10 കിടക്കകളോടുകൂടി ICU ഗവർണർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് മട്ടന്നൂരിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് ഹജ്ജ് തീർത്ഥാടനം ന്യൂനപക്ഷ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മട്ടന്നൂരിൽ കിൻഫ്രയുടെ ഭൂമിയിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് തീരുമാനം. ഹജ്ജ് ഹൗസിനായി കണ്ടെത്തിയ ഭൂമി സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഭൂമി കൈമാറ്റത്തിനായി വ്യവസായ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്നുണ്ട്. ഇത്തവണ 4000-ലധികം പേർ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോകുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉംറ തീർത്ഥാടകർക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഹജ്ജ് ഹൗസ് വിഭാവനം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. വളർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. അതുകൊണ്ട് തന്നെ ധാരാളം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്തവണ 4000-ലധികം തീർത്ഥാടകർ കണ്ണൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതോടുകൂടി തന്നെ മറ്റൊരു കാര്യം കൂടി, ഉംറ പാസഞ്ചേഴ്സിന് കൂടി ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ കൂടുതൽ ഉംറ യാത്രക്കാരെ സൗദിയിലേക്ക് അയക്കാൻ നമുക്ക് കഴിയും. ഇതിന് പുറമെ നമ്മുടെ ചുറ്റുപുറത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കാൻ വേണ്ടി ഈ ഹജ്ജും ഉംറയും ഇല്ലാത്ത സമയത്ത് അവർക്കും വാടക കൊടുത്താൽ ഹജ്ജ് കമ്മിറ്റിക്ക് ചെറിയ തോതിലുള്ള വരുമാനം ലഭിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തത്. KK ശൈലജ ടീച്ചർ MLA, മട്ടന്നൂർ നഗരസഭാധ്യക്ഷൻ N ഷാജിദ്, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മിനി, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, മെമ്പർമാരായ മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ നീലേശ്വരം, അഡ്വക്കേറ്റ് മൊയ്തീൻകുട്ടി, OV ജാഫർ, PT അക്ബർ, അസിസ്റ്റന്റ് സെക്രട്ടറി K ജാഫർ, ഹജ്ജ് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം, തലശ്ശേരി തഹസിൽദാർ M വിജേഷ് എന്നിവർ പങ്കെടുത്തു. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാഹിയിലെത്തി. മാഹി ഗവൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. ലഫ്റ്റനന്റ് ഗവർണറെ മാഹി ഗവൺമെന്റ് ഹൗസിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. Jai sir, Gado Holo Party, ready for inspection sir. Gado Honor, shoulder up. Gado Honor, this. മാഹി MLA രമേശ് പറമ്പത്ത്, അഡ്മിനിസ്ട്രേറ്റർ D മോഹൻകുമാർ, മുനിസിപ്പാലിറ്റി കമ്മീഷണർ സതേന്ദ്ര സിംഗ്, പോലീസ് സൂപ്രണ്ട് G ശരവണൻ, സർക്കിൾ ഇൻസ്പെക്ടർ R ഷൺമുഖം തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. So you are joined? Huh? Okay. Good.
മുന്നണി ധാരണയനുസരിച്ച് പാനൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ പടിയിറങ്ങി. കോൺഗ്രസിലെ KP ഹാഷിം അടുത്ത ചെയർമാനാകും. കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണയെ തുടർന്നാണ് മാറ്റം. ജനുവരി 10-നായിരിക്കും ഹാഷിം ചുമതല ഏറ്റെടുക്കുക. നാല് വർഷം നീണ്ട സുത്യർഹമായ സേവനത്തിന് ശേഷമാണ് വി നാസർ മാസ്റ്റർ പാനൂർ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസുമായുള്ള ധാരണ പ്രകാരമാണ് രാജി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തുള്ള പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ഹാഷിം അടുത്ത ഒരു വർഷക്കാലം പാനൂർ നഗരസഭ ചെയർമാനാകും. പകരം കോൺഗ്രസിലെ രാജേഷ് കരിയാട് KP ഹാഷിം രാജിവെക്കുന്ന ഒഴിവിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2020 നവംബർ 26-നാണ് വി നാസർ മാസ്റ്റർ പാനൂർ നഗരസഭയുടെ ചെയർമാനായി ചുമതലയേൽക്കുന്നത്. വ്യക്തമായ നിലപാടുകളും ജനപക്ഷധാരണകളും നിലനിർത്തിയ വി നാസർ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പാനൂർ നഗരസഭയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലായത്. സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റങ്ങൾക്കാണ് വി നാസർ മാസ്റ്റർ മുൻഗണന നൽകിയത്. തികഞ്ഞ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടുമാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നതെന്ന് വി നാസർ മാസ്റ്റർ പറഞ്ഞു. എല്ലാ മേഖലയിലും മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തി ഈ നഗരസഭയിലെ സമഗ്രമായ വികസനവുമായി മുന്നോട്ട് പോകുന്നു. എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചു 40 വാർഡുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, അത് LDF വാർഡ് അല്ലെങ്കിൽ UDF വാർഡ് അല്ലെങ്കിൽ BJP വാർഡ് എന്നും നോക്കാതെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടി എല്ലാ വാർഡിനെയും അതിൻ്റെ പരിഗണന നൽകിക്കൊണ്ടാണ് നഗരസഭ ഇതിനകം മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ടീം വർക്ക് നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ നഗരസഭയുടെ ഭരണസമിതി എന്ന നിലക്ക് ചെയർമാൻ എന്ന നിലക്ക് എല്ലാവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ നല്ല സഹായ സഹകരണങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ നഗരസഭയിൽ പൂർത്തീകരിക്കാനും കുറേ തുടങ്ങാനും ഇനി പൂർത്തീകരിക്കാനുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ എടുത്തു പറയേണ്ട ധാരാളം പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും നഗരസഭയ്ക്ക് ഇതിനകം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ എണ്ണി വിശദീകരിച്ച് ഇനിയും ഒരുപാട് പറയാണ്ട് അതിലേക്കൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അത് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഏതായിരുന്നാലും ഇപ്പോൾ നഗരസഭയിൽ നിന്ന് ചെയർമാൻ സ്ഥാനം ഒഴിയുന്നത്. ഇനി തുടർന്ന് അങ്ങോട്ടും ഞങ്ങൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇനി പുതിയ വികസനം കൊണ്ടുവരാൻ വേണ്ടിയും പുതിയ ചെയർമാനിക്കും അതേപോലെ വൈസ് ചെയർമാനിക്കും സാധ്യമാകട്ടെ എന്നും എല്ലാവരുടെ പിന്തുണയും സഹായം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. ഒരു അഴിമതി ആരോപണം പോലും നാളിതുവരെ ഉയർന്നിട്ടില്ല എന്ന ഖ്യാതിയോടുകൂടിയാണ് വി നാസർ മാസ്റ്റർ പടിയിറങ്ങിയത്. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാഹിയിലെത്തിയ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥിന് തിരക്കിട്ട ഔദ്യോഗിക പരിപാടികൾ. മാഹിയിൽ പുതുതായി നിർമ്മിച്ച 10 കിടക്കകളോടുകൂടിയ ICU ഗവർണർ ഉദ്ഘാടനം ചെയ്തു. $40 ലക്ഷത്തിൽ പരം ചെലവിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ICU നിർമ്മിച്ചത്.
മാഹി MLA രമേശ് പറമ്പത്ത്, റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ, മുനിസിപ്പാലിറ്റി കമ്മീഷണർ സതേന്ദർ സിംഗ്, പോലീസ് സൂപ്രണ്ട് G. ശരവണൻ, മാഹി ഗവൺമെന്റ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ രവിചന്ദ്രൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ AP ഇസഹാഖ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സൈബുനിസ ബീഗം, ഡോക്ടർ ശ്രീജിത് കുമാർ, ഡോക്ടർ PP ബിജു, ഡോക്ടർ പുഷ്പ ദിൻരാജ്, ഡോക്ടർ KB പവിത്രൻ, PP രാജേഷ് എന്നിവർ പങ്കെടുത്തു. പന്ന്യന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അശോകൻ നിര്യാതനായി. അസുഖബാധിതനായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. വൃക്കരോഗബാധിതനായിട്ടും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു CK അശോകൻ എന്ന നാട്ടുകാരുടെ സ്വന്തം CK. കാൽ നൂറ്റാണ്ടുകാലം ചെമ്പാട് CPM ലോക്കൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചതിന് ശേഷമാണ് CK പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. നിരവധി ശ്രദ്ധേയ പ്രവർത്തനങ്ങൾ CKയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ആകസ്മിക വേർപാട് പന്ന്യന്നൂരിന് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തിനും തീരാ നഷ്ടമാണ്. മാഹി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബേബി ഗിരിജയാണ് ഭാര്യ. കിഷൻ, കിരൺ എന്നിവർ മക്കളാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 12-ന് വീട്ടുവളപ്പിൽ നടക്കും. പരേതനോടുള്ള ആദരസൂചകമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിവരെ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തും. നവകേരള വായനശാല ആൻഡ് ഗ്രന്ഥശാല നിർവാഹക സമിതി അംഗം, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച CK നിരവധി തെരുവു നാടകങ്ങളിൽ അഭിനേതാവായിരുന്നു. മുദ്രാഗീതങ്ങൾ രചിക്കുന്നതിനും പോസ്റ്ററുകളും ബാനറുകളും ബോർഡുകളും എഴുതുന്നതിനും വിദഗ്ധനായിരുന്നു. വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. രാഘവൻ, ദാസൻ, കൃഷ്ണൻ, ശശി, പ്രസന്ന, പരേതനായ രവീന്ദ്രൻ എന്നിവർ സഹോദരങ്ങളാണ്. തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാടിന്റെ ജീവിതം ആസ്പദമാക്കി പാനൂർ പ്രിസം ബുക്സ് തയ്യാറാക്കിയ ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തലശ്ശേരി ഗോകുലം ഫോർട്ടിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിരവധി പേരെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ പുസ്തകം 57 പേർ അനുസ്മരിക്കുമ്പോൾ 57 പേർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കൃത്യമായും ആ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുമെന്നതിൽ സംശയമില്ല. പിന്നെ അദ്ദേഹം കലയെ സ്നേഹിച്ച മനുഷ്യൻ, സർക്കസിന്റെ കലയെ സ്നേഹിച്ചത്. അതിൽ സർക്കസിലൂടെ പണം ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മനസ്സിലാവും. ഇപ്പൊ നാട്ടിലെ കലാകാരൻ പറഞ്ഞ ഫസ്റ്റ് പണമാണ്. ഫസ്റ്റ് ആദ്യം പോലെ എത്ര പൈസ ഇരുന്നാണ് ഇത് എന്തെങ്കിലും പരിപാടി കേൾപ്പിക്കുന്ന ആളാണോ നമ്മളൊക്കെ. അതിന് സ്പീക്കറോടും മയൊന്നുമില്ല. സ്പീക്കറോട് പറയാൻ മടിയുണ്ടെങ്കിൽ വേറെ ആളോട് കൊടുത്തിട്ട് പറയുന്നെങ്കിൽ ഇത്ര വേണം കേട്ടോ. അതാണ് അന്നത്തെ കലാകാരന്മാരും ഇന്നത്തെ കലാകാരൻ തമ്മിൽ വ്യത്യാസം. ഡി ജനറേഷൻ ആളുകൾ പറയും പൊളിറ്റിക്സിനകത്ത് മാത്രമല്ല, ഡി ജനറേഷൻ എല്ലാ സെക്ടറിനകത്തും ഉണ്ട്. പക്ഷെ ഞങ്ങളെ മാത്രമേ ആൾ കടന്നാക്രമിക്കൂ. ആദ്യം കഴുത്തുപാനീരെ നമ്മളെ വയ്ക്കട്ടെ, പക്ഷെ ഡി ജനറേഷൻ എല്ലാ സെക്ടറിനകത്തും ഉണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു കലാകാരനായിട്ടാണ് ഈ പറഞ്ഞ ശ്രീധരേട്ടൻ വരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്തായിരിക്കും? അദ്ദേഹം ഈ പറയുന്ന സർക്കസ് എന്ന കലയെ നെഞ്ചോട് ചേർത്ത മനുഷ്യനായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പണത്തിന്റെ പുറകേക്കുള്ള അദ്ദേഹം പോയത്, മറിച്ച് ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനായിരുന്നു പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെയുള്ള ജനറേഷനിൽ നിന്നും പുതിയ ജനറേഷനിലേക്ക് കല മാറിയപ്പോണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ ഇവിടെ ശ്രീധരൻ ചമ്പാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാരുടെ മൂസക്ക നിങ്ങൾക്കറിയാം, മാപ്പിള കലയുടെ പ്രധാനപ്പെട്ട ആളാണ്. ഇങ്ങനൊരു ജനറേഷനിൽപ്പെട്ട ആളുകൾ അവർ അക്ഷരാർത്ഥത്തിൽ കലയായിരുന്നു സ്നേഹിച്ചത്, സംഗീതത്തെയായിരുന്നു സ്നേഹിച്ചത്, അതിനപ്പുറത്ത് പണത്തെ സ്നേഹിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ആൾക്കാർ വരും ഫസ്റ്റ് എത്ര പൈസ എന്ന് ചോദിക്കാൻ, 2 പാട്ട് പാടി 3ാമത്തെ പാട്ട് വരുമ്പോൾ ആള് മാറി. അങ്ങനെ ഒരു ടീമിനോട് ഞാൻ കുറച്ച് പ്രകോപിതമായി സംസാരിച്ചു. നീരോട് 2 പാട്ടിലേക്ക് പാടിയിട്ടുള്ളൂ, 3ാമത്തുമ്പോഴേക്ക് ആദ്യം ചർച്ച ഇത്ര. അത് മാത്രമല്ല, ഇപ്പൊ അത് പരിപാടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അക്കൗണ്ടിലേക്ക് അയക്കണം. അതാണ് വ്യത്യാസത. സർക്കസിനെയും സർക്കസ് കലാകാരന്മാരെയും ഏറെ സ്നേഹിച്ച എഴുത്തുകാരനായിരുന്നു ശ്രീധരൻ ചമ്പാടെന്ന് സ്പീക്കർ പറഞ്ഞു. കലയെ മാത്രം സ്നേഹിച്ച കലാകാരനാണ് ശ്രീധരൻ ചമ്പാട്. ഇന്ന് പണത്തിന് പിന്നാലെ പായുന്ന കലാകാരന്മാരെയാണ് നാം കാണുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ജംബോ സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ ഏറ്റുവാങ്ങി. ശ്രീധരൻ ചമ്പാടിന്റെ ജീവിത മാതൃകകൾ, സാഹിത്യകൃതികളുടെ പഠനങ്ങൾ, മുഖാമുഖം, അപൂർവ ചിത്രങ്ങൾ എന്നിവയാണ് പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പുസ്തക പ്രസാധക സമിതി ചെയർമാൻ KP മോഹനൻ MLA അധ്യക്ഷനായി.
ചീഫ് എഡിറ്റർ രാജു കാട്ടുപുനം പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ 17ഓളം സർക്കസ് കലാകാരന്മാരെ ചലച്ചിത്രതാരം സുശീൽ കുമാർ തിരുവങ്ങാട് ആദരിച്ചു. ചരിത്രകാരൻ കെ കെ മാരാർ, അഡ്വക്കേറ്റ് കെ എം പ്രദീപ് നാഥ്, ബാലസാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ ടി സി സുധാകരൻ സ്വാഗതവും ട്രഷറർ ഇ സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു. ദുബൈയിൽ നിന്ന് അയച്ചിട്ടുള്ള ശ്രീധരന്റെ ഒരു ഛായാചിത്രം ബഹുമാനപ്പെട്ട സ്പീക്കർ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥ് മാഹി സ്പിന്നിംഗ് മിൽ സന്ദർശിച്ചു. കോവിഡിന് ശേഷം അടച്ചിട്ട നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള സ്പിന്നിംഗ് മില്ലിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. കോവിഡിന് ശേഷം അടച്ചിട്ടിരുന്ന നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷന് കീഴിലുള്ള സ്പിന്നിംഗ് മില്ലാണ് ലഫ്റ്റനന്റ് ഗവർണർ സന്ദർശിച്ചത്. ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി റുക്സാന ഇക്ബാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 39 കൗൺസിലർമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തു. 22 വോട്ട് നേടിയാണ് റുക്സാന ഇക്ബാൽ പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടതുപക്ഷത്തിന് വേണ്ടി CPM നിന്നും മത്സരിച്ച ബിന്ദു മണാറത്ത് 14 വോട്ടും BJPയിൽ നിന്ന് മത്സരിച്ച സാവിത്രി 3 വോട്ടും നേടി. നഗരസഭയിൽ ആകെ 40 കൗൺസിലർമാരാണ് ഉള്ളത്. UDFിലെ സീനത്ത് ടീച്ചർ അവധിയിലാണ്. തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർ R ജുബിനു നിയന്ത്രിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ജില്ലാ കലോത്സവം താലോലം 2024 ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തലശ്ശേരി ടൗൺ ഹാളിൽ നടക്കും. ബുധനാഴ്ച രാവിലെ 9:30 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാതല കലോത്സവ പരിപാടികൾ താലോലം 2024 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് മുമ്പ് പറഞ്ഞു. 18, 19 നാളെയും മറ്റന്നാളുമായി കോടിയേരി ബാലകൃഷ്ണ സ്മാരക തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അവർ നിർവഹിക്കും. അതിന് സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്തിന്റെ ബഹുമാന്യായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രക്തകുമാരി നിർവഹിക്കും. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ഒട്ടേറെ പ്രമുഖർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസങ്ങളായി ഭിന്നശേഷി കുട്ടികളെ, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സ്റ്റേജ് ഇനങ്ങളിലും ഓഫ് സ്റ്റേജ് ഇനങ്ങളിലുമായി സാധാരണ ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ എന്തെല്ലാം പരിപാടികളാണോ അതിനൊപ്പം അപ്പുറത്ത് അവർക്ക് പ്രത്യേകമായിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ വർഷത്തെയും പോലെ വിപുലമായാണ് ഇത്തവണയും ബഡ്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ മാനസികമായ ഉന്മേഷത്തിനും അവരുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനും വേദിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കുടുംബശ്രീ ബഡ്സ് കലോത്സവം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ 32 ബഡ്സ് സ്കൂളുകളിൽ നിന്നായി 270 കലാകാരന്മാർ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കും. ചിലങ്ക, ധ്വനി, നിറക്കൂട്ട് എന്നിങ്ങനെ 3 വേദികളിലായാണ് കലാപരിപാടികൾ നടക്കുന്നത്. കൂടാതെ ഒരു ഓപ്പൺ സ്റ്റേജിലും പരിപാടികൾ നടക്കും. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി അധ്യക്ഷയാകും. ബുധനാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനം. തുടർന്ന് 10 മണിയോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. ആദ്യ ദിനം ഫാൻസി ഡ്രസ് മത്സരം, നാടോടി നൃത്തം, ബാൻഡ് മേളം, ലളിതഗാനം, പദ്യപാരായണം, പെൻസിൽ ഡ്രോയിങ്, എംബോസ് പെയിന്റിംഗ്, ക്രയോൺസ് പെയിന്റിംഗ്, പേപ്പർ ക്രാഫ്റ്റ് എന്നീ ഇനങ്ങളിൽ പരിപാടികൾ അരങ്ങേറും. രണ്ടാം ദിനത്തിൽ ഉപകരണ സംഗീത വിഭാഗത്തിൽ ചെണ്ടമേളം, കീബോർഡ്, നാടൻപാട്ട്, ഒപ്പന, സംഘനൃത്തം, മിമിക്രി എന്നിവ നടക്കും. രാമന്തളി പ്രതീക്ഷ ബഡ്സ് സ്കൂളാണ് നിലവിലെ ജേതാക്കൾ. സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC അബ്ദുൽ ഖിലാബ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, തലശ്ശേരി നഗരസഭ മെമ്പർ സെക്രട്ടറി ഹരി പുതിയിലത്ത്, K വിജിത്ത്, PO ദീപ, സനില സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കാൾ സ്റ്റാറ്റസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യ യാത്രക്കാരുടെ സംഘടന ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി
കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവിനെ സന്ദർശിച്ച് നിവേദനം നൽകി. കണ്ണൂർ വിമാനത്താവളത്തിന് സാർക്ക് ഏഷ്യൻ രാജ്യങ്ങളുമായി ഓപ്പൺ സ്കൈ പോളിസി അനുവദിച്ചു നൽകണമെന്നും മന്ത്രിയോട് ടീം ആവശ്യപ്പെട്ടു. കണ്ണൂർ എയർപോർട്ടിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഉടൻ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മന്ത്രി സംഘാംഗങ്ങൾക്ക് ഉറപ്പ് നൽകി. നിവേദക സംഘത്തിൽ എംപിമാരായ ജോൺ ബ്രിട്ടാസ്, പി സന്തോഷ് കുമാർ, വി ശിവദാസ്, ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേർണിയുടെ പ്രസിഡന്റ് ഫാദിൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് KSA, സെക്രട്ടറി ജയദേവൻ മാൽഗുഡി, രക്ഷാധികാരികളായ സദാനന്ദൻ, ആർക്കിടെക്ട് മധുകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ഷംസീർ, ബഷീർ അൽഹിന്ദ്, TH, കോർഡിനേറ്റർ റഷീദ് കുഞ്ഞിപ്പാറാൽ, സോജു കാർത്തിക, നൌഷാദ്, LKS മെമ്പർ TV തോമസ് എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം.
ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. കൂത്തുപറമ്പ് ലയൺസ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള സൗജന്യ കൃത്രിമക്കാൽ നിർമ്മാണ വിതരണ ക്യാമ്പിന് കൂത്തുപറമ്പ് പുറക്കളത്ത് തുടക്കമായി. ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ കീഴിൽ കാസർഗോഡ്, കണ്ണൂർ, മാഹി ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്റ്റ് 318 ഈയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെന്നൈയിലെ ഒലി ഇന്ത്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ടാണ് ക്യാമ്പ്. പുറക്കളം റോറിംഗ് റോക്കിൽ നടക്കുന്ന ക്യാമ്പിലൂടെ 320 പേർക്ക് കൃത്രിമ കാലുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യും. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്റ്റിൽ നിന്നുമുള്ള ഓരോ ഡോക്ടേഴ്സ്, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2 ഡോക്ടേഴ്സ്, അതുകൂടാതെ DGT അടക്കം ഉള്ള ഒരു പ്രവൃത്തി ചെയ്യുക. അതിൽ 2 വ്യക്തികൾ ഇവിടെയുണ്ട്. അതിന്റെ മുന്നിൽ നിന്നവർ ഒന്ന് നമ്മുടെ ഫസ്റ്റ് വൈസ് ഗവർണർ രവിഗുപ്ത, ആ സ്ഥലം കണ്ടെത്താനും അവരോട് നെഗോസിയേഷൻ ചെയ്യാനും, അതേപോലെ ഈ ഹിംസൽ വിസ ബിൽഡർ അതിന്റെ എല്ലാ കാര്യപരിപാടികളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് എല്ലാ ദിവസവും പോകാനും വരാനും. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത വിശിഷ്ടാതിഥിയായി. അഡ്വക്കേറ്റ് V മുകുന്ദൻ, കാണി പ്രകാശൻ, VC രാജൻ, രവി ഗുപ്ത, ചിത്രലേഖ, G സുധാകരൻ, P ഗംഗാധരൻ, ഷാജി ജോസഫ്, സിദ്ധാർത്ഥൻ വണ്ണാരത്ത്, M വിനോദ് കുമാർ, അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട്, KPT ജലീൽ, അനൂപ് കുമാർ, അനീഷ് കുമാർ, ദിബു ശ്രീജിത്ത്, U മനോജ് കുമാർ, സബിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 25-ന് ക്യാമ്പ് സമാപിക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീജിത്ത് ഫാന്റസി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി. കടവത്തൂർ വ്യാപാരി വ്യവസായി ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനവും കുടുംബസഹായ ഫണ്ട് വിതരണവും KP മോഹനൻ MLA നിർവഹിച്ചു. ഞാൻ പറയാറിനെ എന്നെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും നല്ല പരിചയവും അതോടൊപ്പം തന്നെ നല്ല സ്നേഹബന്ധവും ഉള്ള ആളാണ്. സ്നേഹബന്ധം എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ രൂപത്തിലായിരുന്നു ചെയ്യുന്നതിൻ്റെ പെരുമാറ്റവും പ്രവർത്തനവും ഒക്കെ തന്നെ. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ മാത്രമല്ല, നാട്ടിലുള്ള പല പ്രശ്നങ്ങളിലും ഇടപെടുന്നതിനും അതോടൊപ്പം ഇവിടെ കടവത്തൂർ ടൗണിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനും മുന്നോട്ട് വരുന്ന യുവ പ്രവർത്തകനായിരുന്നു ശ്രീ ഷാജി. ആ ഷാജിൻ്റെ നിര്യാണം ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമല്ല പ്രദേശത്തുകാർക്കും ഏറ്റവും കൂടുതലായിട്ട് കുടുംബാംഗങ്ങൾ. ബാബുരാജ് കുന്നോത്തുപറമ്പ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി സുനിൽ വടക്കുംപാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PTK രജീഷ്, CPIM ഏരിയ കമ്മിറ്റി അംഗം രാഘവൻ മാസ്റ്റർ, BJP നേതാവ് മനോജ്, DCC ജനറൽ സെക്രട്ടറി KP സാജു, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് നാസർ, പുഞ്ചിരി കലാ സാംസ്കാരിക വേദി സെക്രട്ടറി സജീവൻ, AKPA മേഖലാ ഇൻചാർജ് PV അനിൽകുമാർ, ചൊക്ലി യൂണിറ്റ് പ്രസിഡന്റ് പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി CV ശരത് സ്വാഗതവും മേഖലാ ട്രഷറർ KP രജിത്ത് നന്ദിയും പറഞ്ഞു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പാനൂർ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാനൂർ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC മെമ്പർ V സുരേന്ദ്രൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KPCC അംഗം V സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആ ആലോചനയുടെ ഫലമായി അദാനിയുമായി ചില ക്ലീൻ ഷീറ്റ് എഗ്രിമെന്റുകൾ ഉണ്ടാക്കി. ആ എഗ്രിമെന്റ് ഉടൻ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിനു മുൻപേ 2023 അവസാന ഘട്ടത്തിൽ ചാർജ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമായി. എത്രയാണ് ചാർജ് വർദ്ധിപ്പിക്കുന്നത്? 4.29 പകരം 10 അതിനപ്പുറം 16 വരെയുള്ള ചാർജ് വർധനവ്. ഇനി നമുക്ക് ഈ മാസം കഴിഞ്ഞാൽ, ഇവിടെ നേതാക്കൾ പറഞ്ഞു, ഈ മാസം കഴിഞ്ഞാൽ
ചാർജ് കൂടുതൽ അടക്കേണ്ടി വരും. 16 പൈസ വളരെ എളിമത്വത്തോടുകൂടി നമ്മുടെ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ആളുകൾ ബില്ല് ചെയ്യാൻ വരുമ്പോൾ എത്രയാണ് സാർ വർദ്ധിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങളോട് വളരെ വിനയത്തോടു കൂടി 16 പൈസയേ ഉള്ളൂ. 16 പൈസയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 2023 എഗ്രിമെന്റ് പ്രകാരം KSEB ബോർഡിന്റെ നഷ്ടം എത്ര പൈസയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അവരുടെ ലാഭം ബോർഡിന്റെ ലാഭം എന്ന് നിങ്ങൾ ഓർക്കണം. 3000 കോടി രൂപ ഈ അഗ്രിമെന്റിന്റെ ഫലമായി ഉണ്ടായി. ഇപ്പോൾ ബാധ്യത എന്നുള്ള നിലയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഓഫീസർമാർ അടക്കമുള്ള ആളുകൾ ഇരുന്നൊന്ന് കണക്ക് കൂട്ടി ജനങ്ങളോട് പറയണം. 7500 കോടി രൂപയാണ് ഇപ്പോൾ ജനങ്ങളുടെ ബാധ്യതയായി മാറിയിട്ടുള്ളത്. 7500 കോടി രൂപ. ബ്ലോക്ക് പ്രസിഡന്റ് KP ഹാഷിം അധ്യക്ഷനായി. കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിലുണ്ട്. അതിന്നും കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. സർക്കാർ വന്നാൽ 5 വർഷത്തേക്ക് വില കൂടില്ല എന്ന് പറഞ്ഞ് അതിന്റെ തുടർച്ചയായിരിക്കും വരുന്ന സർക്കാർ എന്ന് പറഞ്ഞു. 2 ഘട്ടമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോ കേരളത്തിലെ കോർപ്പറേറ്റുകൾക്കല്ലാതെ സമ്പന്നർക്കല്ലാതെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മുഖ്യധാരയിലുള്ളവർ. ബ്ലോക്ക് സെക്രട്ടറി ദിനേശൻ KK സ്വാഗതം പറഞ്ഞു. DCC സെക്രട്ടറി KP സാജു, സന്തോഷ് കണ്ണമ്പള്ളി, K രമേശൻ, ബിന്ദു KC എന്നിവർ സംസാരിച്ചു. K ഭാസ്കരൻ മാസ്റ്റർ, വള്ളിൽ നാരായണൻ, CBA ജലീൽ മാസ്റ്റർ, C പുരുഷു മാസ്റ്റർ, ബാബു മാസ്റ്റർ കരിയാട്, TT രാജൻ മാസ്റ്റർ, CN പവിത്രൻ, ഭാസ്കരൻ വയലാണ്ടി, TK ചന്ദ്രൻ മാസ്റ്റർ, PP പവിത്രൻ, KC വിജയൻ, പ്രീത അശോക്, മണ്ഡലം പ്രസിഡന്റുമാരായ അശോകൻ മാസ്റ്റർ, സജീവൻ തൃപ്പങ്ങോട്ടൂർ, KP വിജീഷ്, സുരേഷ് ബാബു, അശോകൻ, TH നാരായണൻ, PP പ്രജീഷ്, OT നവാസ്, സായന്ത്, ഷിജുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മമ്പറം ഓടക്കാട് NK മുഹമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ മുസ്ലിം LP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനവും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനവും നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓടക്കാട് NK മുഹമ്മദ് മാസ്റ്റർ മെമ്മോറിയൽ മുസ്ലിം LP സ്കൂളിൻ്റെ ശതാബ്ദി ആഘോഷം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത അധ്യക്ഷയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകം രൂപീകരണത്തിൻ്റെ പരസ്യപ്രഖ്യാപന സമ്മേളനത്തിൻ്റെ 85ാം വാർഷികാഘോഷം ഡിസംബർ 20 മുതൽ 26 വരെ പിണറായിയിൽ നടക്കും. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ പ്രചരണാർത്ഥമുള്ള പ്രഭാഷണ പരമ്പരക്ക് തുടക്കമായി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി കേരള കേളിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ 10 കേന്ദ്രങ്ങളിലാണ് പ്രഭാഷണം നടക്കുക. പഠനക്കരയിൽ SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. ശീലീകരിച്ച മാധ്യമമുറിയിലിരുന്ന് നമ്മുടെ മാധ്യമ പ്രവർത്തകർ, വലതുപക്ഷത്തിന്റെ ജീർണത ബാധിച്ച മാധ്യമ പ്രവർത്തകർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഓരത്തിരുന്ന് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത്. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ? ജിഷ്ണു ചന്ദ്രൻ അധ്യക്ഷനായി. A നിഖിൽകുമാർ, TK അനൂപ് എന്നിവർ സംസാരിച്ചു. വാർഡ് തലങ്ങളിൽ വനിതാ കലാകായികമേളകൾ പൂർത്തിയായി. ലോക്കൽ തല കലാമേള ഞായറാഴ്ച പിണറായി RC അമല സ്കൂളിൽ നടക്കും. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള ശലഭോത്സവം സംഘടിപ്പിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ശലഭോത്സവത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ഇത്തരത്തില് വളരെ അഭിനന്ദനാർഹമായ ഒരു പരിപാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതിൽ ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും CDP ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ശലഭോത്സവം എന്ന പേരിൽ നമ്മുടെ ഈ ബ്ലോക്ക് പരിധിയിലുള്ള പ്രത്യേക കഴിവുള്ള ആളുകളുടെ പ്രായഭേദമന്യേ അവരുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു വേദിയാണ് ഇന്നിവിടെ ശലഭോത്സവം എന്ന പേരിൽ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ പങ്കെടുത്ത ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ
തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. തലശ്ശേരി അഡീഷണൽ CDPO OK അനിത, ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ, PR വസന്തൻ മാസ്റ്റർ, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, KD മഞ്ജുഷ, N രജിത പ്രദീപ്, KT ഫർസാന, P വിജു, അഭിഷേക് കുറുപ്പ്, N സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചത്. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112338. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാനൂരിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെ ക്ഷേമത്തിനും പ്രശ്നപരിഹാരങ്ങൾക്കുമായി സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കേരള നാട്ടിലെ സർക്കാരിന് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം A. രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾ മാത്രം വീടുകളിൽ കഴിയുന്ന
ഒരു സാഹചര്യം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിനാരെയും കുറ്റം പറയാൻ കഴിയില്ല. പോകുന്ന മക്കളെ കുറ്റം പറയാൻ കഴിയില്ല, വീട്ടിലുള്ള വയോജനങ്ങളെയും കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ വയോജനങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള സംവിധാനമാണ് വയോജന കമ്മീഷൻ എന്നുള്ള നിലയിൽ നമ്മൾ കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. വയോജന കമ്മീഷൻ മുതിർന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കമ്മീഷന്റെ മുമ്പിൽ വരുമ്പോൾ വനിതാ കമ്മീഷൻ പോലെ, ബാലാവകാശ കമ്മീഷൻ പോലെ അവരുടെ പ്രശ്നങ്ങൾ നിയമാനുസൃതം കൈകാര്യം ചെയ്യുന്ന ഒന്നായി കേരളത്തിൽ മാറാൻ പോവുകയാണ്. SCFWA പാഞ്ഞൂർ മേഖലാ പ്രസിഡന്റ് M. സുധാകരൻ മാസ്റ്റർ അധ്യക്ഷനായി. രാജഗോപാലൻ സ്വാഗതം പറഞ്ഞു. TP ശാന്ത, PP ബാബു, അശോകൻ, KM ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. ഒരാഴ്ചക്കാലമായി നടന്നുവന്ന പാനൂർ നഗരസഭാ കേരളോത്സവം 2024 സമാപിച്ചു. കരിയാട് നമ്പ്യാർ CP സ്കൂളിലാണ് സമാപന സമ്മേളനം നടന്നത്. പാനൂർ നഗരസഭാ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ V. നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ പ്രസിഡന്റ് ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് നമ്മുടെ പരിപാടിയിൽ കുറച്ചും കൂടി ആളുകൾ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരിക്കുന്നു. ഏതായാലും നഗരസഭ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണസമിതിയുടെ ഒരു കേരളോത്സവത്തിന്റെ അവസാന ഒരു ലാസ്റ്റ് കേരളോത്സവമായിരുന്നു ഇന്നിവിടെ സമാപിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. കാരണം അടുത്ത കേരളോത്സവം വരുക നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. സ്വാഭാവികമായും പുതിയൊരു ഭരണസമിതി വരുന്ന ഒരു സമയം നവംബർ 1 നഗരസഭയിൽ പുതിയൊരു ഭരണസമിതി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ അവരാണ് അടുത്ത കേരളോത്സവം നടത്തുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നഗരസഭയുടെ ഭരണസമിതിക്ക് കൗൺസിലിന് ഈ 4 വർഷവും കേരളോത്സവത്തിന്റെ പരിപാടികൾക്ക് വളരെ ഭംഗിയായി ഞങ്ങൾക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സപ്പോർട്ട് എല്ലാ ഭാഗത്തും, പിന്നെ ഭാഗത്തുനിന്നും നമ്മുടെ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നെല്ലാം നല്ല ഒരു സപ്പോർട്ട് കിട്ടി. വാർഡ് കൗൺസിലർ മിനി അധ്യക്ഷയായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ഹാഷിം, കൗൺസിലർമാരായ NA കരീം, MDK ബാബു, ആവോലം ബഷീർ, M. രത്നാകരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മത്സരങ്ങളിൽ ഉന്നത വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി. തുടർന്ന് വോളിബോൾ അരങ്ങേറ്റുള്ള സമ്മാനം വെൽഡിംഗ് വർക്കേഴ്സ് ആൻഡ് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരിട്ടി മട്ടന്നൂർ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. WWK സംസ്ഥാന ട്രഷറർ ET വിനുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെൽഡിംഗ് വർക്കേഴ്സ് ആൻഡ് സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സ് സംസ്ഥാന ട്രഷറർ ET വിനുമോൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മഹേഷ് കൊളച്ചേരി അധ്യക്ഷനായി. രാധാകൃഷ്ണൻ ആറളം സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി TV ജിതേഷ്, സൂരജ് മാവിലായി, റഫീഖ് കുട്ടുപുഴ, വിഷ്ണു വള്ളിത്തോട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജേഷ് തലശ്ശേരി, അജിത് കുമാർ, TP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. റഫീഖ് കുട്ടുപുഴയെ പ്രസിഡന്റായും സൈദാലി കുട്ടുപുഴയെ സെക്രട്ടറിയായും സജീവൻ പായത്തെ ട്രഷറായും തെരഞ്ഞെടുത്തു. കടവത്തൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. ബാങ്ക് ഹെഡ് ഓഫീസിലാണ് യോഗം നടന്നത്. സഹകരണം നാടിൻ്റെ നന്മക്ക് എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. സഹകരണം നാടിന്റെ നന്മയ്ക്ക് എന്ന വിഷയത്തിൽ കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി അംഗം I. അഭിലാഷ് ക്ലാസ് എടുത്തു. വല്ലാതെ ഉണ്ടായല്ലോ. കടവത്തൂരും സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓരോ ആളും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ സംഭാവന കൊടുക്കുന്നതിനപ്പുറം അവിടെ ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ ഏരിയയിൽ ഈ പരിസരത്തുള്ള പല ബാങ്കിന്റെ ആംബുലൻസ് സർവീസോ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക അവിടെ ഓടി എത്തിയിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയാണ്. നല്ല ലാഭം കിട്ടുകയാണെങ്കിൽ, നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് സ്കൂൾ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ സ്കൂളിലെ കുട്ടികൾക്ക്
കുടിവെള്ളം കിട്ടുന്നില്ല, നല്ല രീതിയിലുള്ള ഒരു കുടിവെള്ള പദ്ധതി ബാങ്കിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ചെയ്യണം, സാമൂഹ്യ പ്രതിബദ്ധതയാണ്. തൊട്ടപ്പുറത്തൊരു ഹെൽത്ത് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ നാട്ടിനൊരു ആംബുലൻസ് സർവീസ് ആവശ്യമാണ്, ഈ ഫണ്ട് നമ്മുടേതാണ്, അംഗങ്ങളുടേതാണ്, അത് കൊടുക്കാൻ പറ്റില്ല എന്ന കൺസെപ്റ്റ് അല്ല വേണ്ടത്. ഒരു ആംബുലൻസ് സർവീസ് നാടിന്റെ വികസനം, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സാമൂഹ്യ പ്രതിബദ്ധത എന്നതിൽ ഉദ്ദേശിക്കുന്നത്. ഖലീൽ അഹമ്മദ് അധ്യക്ഷനായി. ഡയറക്ടർ മനോജ് കുമാർ പടിഞ്ഞാറത്ത് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി രാധാമണി നന്ദിയും പറഞ്ഞു. എ ക്ലാസ് സംഘങ്ങളുടെ ജനറൽ ബോഡിയിൽ ബാങ്ക് പ്രസിഡന്റ് മനോമോഹനൻ മാസ്റ്റർ അധ്യക്ഷനായി. സെക്രട്ടറി എ കെ സുരേഷ് 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്, 25-26 വർഷത്തെ കരട് ബഡ്ജറ്റ് എന്നിവ അവതരിപ്പിച്ചു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ നടത്തിയ മത്സര പരിപാടികളിൽ പങ്കെടുത്ത ബാങ്ക് ജീവനക്കാർക്ക് വിശിഷ്ടാതിഥി അഭിലാഷ്, പ്രസിഡന്റ് മനോമോഹനൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഖലീൽ അഹമ്മദ്, ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സമ്മാന വിതരണം നടത്തി. രണ്ടാമത് രജീഷ് കെ കെ, രാജേഷ്. AR ഡിജിറ്റൽ പ്രസ് കരിയാട് പുതുശ്ശേരി പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. കരിയാട് പുതുശ്ശേരി പള്ളി റയ്യാൻ ആർക്കേഡ് കോംപ്ലക്സിലാണ് AR ഡിജിറ്റൽ പ്രസ് പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ RV അബൂബക്കർ യമാനി, നസീർ മൂടോളി, നജീബ് മേക്കുന്ന്, ഉമൈദ് യമാനി, മാസിൻ ഒളവിലം, KK സഫ്വാൻ, നിസാം, AK മമ്മു, ഫൈസൽ, ജബ്ബാർ, സമീറ, ജമീല തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു. ബാനർ, ലേസർ പ്രിന്റ്, ഓഫ്സെറ്റ് പ്രിന്റ്, സൈൻ ബോർഡ്, ഇൻവിറ്റേഷൻ കാർഡ്, ബിസിനസ് കാർഡ്, നോട്ടീസ്, പോസ്റ്റർ, ട്രോഫി, മെമൻറ്റോ, ടീഷർട്ട് ആൻഡ് ക്യാപ്സീൽ, ID കാർഡ്, കവർ പ്രിന്റിംഗ്, ബോർഡ് വർക്ക് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകളും മിതമായ നിരക്കിലും ഉത്തരവാദിത്തത്തോടെയും ചെയ്തു നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വഖഫ് ഹജ്ജ് തീർത്ഥാടന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ. മട്ടന്നൂരിൽ കിൻഫ്രയുടെ ഭൂമിയിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി. പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥ് 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി മാഹിയിലെത്തി. മാഹി ഗവൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു.
മുന്നണി ധാരണ അനുസരിച്ച് പാനൂർ നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗിലെ വി നാസർ മാസ്റ്റർ പടിയിറങ്ങി. കോൺഗ്രസിലെ KP ഹാഷിം അടുത്ത ചെയർമാനാകും. 2 ദിവസത്തെ സന്ദർശനത്തിനായി മാഹിയിലെത്തിയ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസനാഥിന് നിരവധി ഔദ്യോഗിക പരിപാടികൾ. മാഹിയിൽ പുതുതായി നിർമ്മിച്ച 10 കിടക്കകളോടുകൂടി ICU ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.